അദ്ദേഹം ആദ്യം മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെക്കുന്നു. മുസ്ലിം ലീഗിനെതിരാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. നിമിഷപ്രിയ സംഭവത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു മഹനീയമായ മാതൃക സൃഷ്ടിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊഴം ക്രിസ്ത്യാനികൾക്കെതിരാണ്. ഇതൊരു തുടർച്ചയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി ഒരു ചെറിയ ചരിത്രം മാത്രം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്യാസ ശിഷ്യരിൽ പ്രമുഖനായ ധർമ്മതീർത്ഥർ പിന്നീട് മതം മാറി ജോൺ ധർമ്മതീർത്ഥരാകുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരുവനന്തപുരത്തെ CSI സെമിത്തേരിയിലാണ്. ആ CSI സെമിത്തേരിയിൽ ശിവഗിരിയുടെ മഠാധിപതിയായ സ്വാമി സച്ചിദാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ പോയി പ്രാർത്ഥന നടത്തുന്ന കേരളത്തിൽ നിന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ കമുകിൻകോട് ഈഴവ സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് ചേരാൻ പോയി എന്നറിയുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഈഴവ പ്രമാണിമാർ അവിടേക്ക് ക്ഷണിക്കുകയും അവരുടെ ക്രിസ്തു മതത്തോടുള്ള താല്പര്യം അഗാധമാണെന്ന് കണ്ടിട്ടാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇത്തരം ചരിത്രമൊക്കെ ചരിത്ര നിരക്ഷരനായ വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മിപ്പിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളിയെ പോലെ ഒരു വിസർജിക്കുന്ന ഒരാൾ, ഇപ്പോൾ കൊതുക് മലമ്പനി പരത്തുന്നതെന്ന് പറയുന്നത് പോലെ വിഷം സംക്രമിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു ജീവിയായി വെള്ളാപ്പള്ളി നടേശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. താങ്കൾ പറഞ്ഞു ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ പോലൊരാൾ അത്തരമൊരു പ്രസ്താവന നടത്തി. അദ്ദേഹത്തിൻ്റെ സ്വീകരണ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് സരസ്വതി കടാക്ഷമുള്ള നാവിൻ്റെ ഉടമ എന്ന് പറഞ്ഞ് സമാദരിച്ചതിന് ശേഷം ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഈഴവർക്ക് അന്തസ്സ് കൊടുത്ത നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാ. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീനാരായണ ഗുരുവിന് മുമ്പേ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പോലുള്ള ആത്മാഭിമാനികളായ അന്തസ്സുള്ള ഈഴവരുടെ ചരിത്രത്തെ തന്നെ അപമാനിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈഴവർക്ക് വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളിൽ നിന്ന് അന്തസ്സ് ദാനമായി സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ മുഖ്യമന്ത്രിയാണ് അന്തസ്സില്ലാത്ത വർത്തമാനം പറയുന്നത്. CPMൻ്റെ MLA കൂടിയായ മുകേഷിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളാണ് ഈഴവർക്ക് അന്തസ്സ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മിസ്റ്റർ മുഖ്യമന്ത്രി, നിങ്ങൾക്ക് അന്തസ്സ് വേണമെന്ന് പറയാനാണ് അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഇവിടുത്തെ ഈഴവ ജനസാമാന്യം ആഗ്രഹിക്കുന്നത്.